അപ്പോൾ ഈ ഒരു രീതിയിൽ കോംബോ ആയിട്ടാണ് ഇത് വരുന്നത്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നെക്ലസും അതേപോലെ തന്നെ കമ്മലും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും, ഡീറ്റെയിൽസ് നോക്കാനും സാധിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് വിവാഹത്തിനും അതേപോലെ തന്നെ പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നെക്ലസും അതുപോലെ ഇയറിംഗ്സിൻ്റെ ഒരു സെറ്റായിട്ടുള്ള ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ നെക്ലസ്. ഷൈനിങ് ദിവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല കല്ലൊക്കെ പിടിപ്പിച്ച നിറയെ കല്ലൊക്കെ പിടിപ്പിച്ച ഒരു ഡയമണ്ട് നെക്ലസിൻ്റെ ഒരു മോഡലിലാണ് വരുന്നത് കേട്ടോ. സാരിയുടെയൊക്കെ ഒപ്പം അല്ലെങ്കിൽ ലെഹങ്കയുടെയൊക്കെ ഒപ്പം വെയർ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് പീസാണിത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇയറിങ്സിൻ്റെ സെറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൈസ് ഒന്നുമില്ല, 499 ആണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ്. അതായത് ഇയറിങ്സും അതേപോലെ ഈ ചെയിനും കൂടി വരുന്നത് കണ്ടോ. ഈ ഒരു രീതിയിലാണ് ഇയറിങ്സ് വരുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലാണ്. തിരി വലുതൊന്നുമല്ല എന്നാൽ തീരെ ചെറുതുമല്ല, ആ ഒരു രീതിയിൽ. അപ്പം നമുക്ക് ഇത് കുറേ നേരമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാനാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ. കുറേ കല്ല് ഒന്നിച്ചുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഈ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടിപ്പുണ്ട്, അത് പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റിംഗ് സ്പ്രേ ആണെങ്കിലും പെർഫ്യൂംസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചതിന് ശേഷം വേണം ജ്വല്ലറി കാര്യങ്ങൾ അണിയാനായിട്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുശേഷം അല്ലാതെ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങാനും ആ ഭംഗി കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇത് നനവുള്ള കൈകളിൽ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് കുറയ്ക്കുക. അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. അതിനുശേഷം ഉപയോഗശേഷം സിപ്ലോ കവറിലോ അല്ലെങ്കിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും. അടുത്തത് സവേരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഇയറിങ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതും നിറയെ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ കോംബോ പാക്ക് ആയിട്ടാണ് വരുന്നത്. ഒരെണ്ണത്തിൽ മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്, വൈറ്റ് കളറിൽ പേൾസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് കല്ലുകളും കാര്യങ്ങളുമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കല്ലുകളാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇതാണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ്. ഇത് ഓവർ വലിപ്പമുള്ളതല്ല എന്നാൽ തീരെ ചെറുതുമല്ല കേട്ടോ. ആ ഒരു രീതിയിലുള്ള നമ്മുടെ കാതിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഇത് ചെറിയ ഫംഗ്ഷനുകൾക്കോ അല്ലെങ്കിൽ ഡെയിലി യൂസിനാണെങ്കിലും നമുക്ക് ഒരു സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും പറ്റുന്നതാണ്. 200 രൂപ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് യൂബില്ല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഇയറിങ്സ് ആണ്. റോസപ്പൂവിൻ്റെ മോഡലിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് വയലറ്റ് കളറാണ്. ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. റോസപ്പൂവിൻ്റെ ഇടയിൽ കല്ലുകൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു തിളക്കവും കാര്യങ്ങളായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. 243 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എനിക്ക് വയലറ്റ് കളറിൽ ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ്. ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. 200 രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറിലെ കല്ലുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ വയലറ്റിൻ്റെ ഇടയിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആനിവേഴ്സറിക്ക് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇത് വലിപ്പമുള്ള ഒരു ഇയറിങ്സ് ആണെങ്കിലും നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇട്ടുകൊണ്ട് നിൽക്കാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചർമ്മത്തിന് ദോഷകരമല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇയറിങ്സ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തത് സെനാമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മൾട്ടി കളർ ചെയിനാണ് വന്നിരിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ലുക്ക് വരുന്ന വൈറ്റ് ഗ്രീൻ അതേപോലെ തന്നെ റെഡ് മെറൂണിൻ്റെ കളറിലെ കോമ്പിനേഷനിൽ മുത്തുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിനാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല രസം തോന്നി കേട്ടോ. ഇതിൻ്റെ തന്നെ വൈറ്റ് മാത്രമായിട്ടുള്ള പേൾസിൻ്റെ ഉണ്ട്. അത് ഞാൻ ഇത് വാങ്ങിക്കഴിഞ്ഞാണ് കണ്ടത് കേട്ടോ. അതും നല്ല ഭംഗിയായിട്ട് തോന്നി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ് കേട്ടോ. 26 ഇഞ്ച് ലെങ്താണ് വരുന്നത്. നമുക്ക് കഴുത്തിൽ കൂടി കയറുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇത് സെവാരി പേൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ജിമിക്കി കമ്മലാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നിറച്ച് ഗോൾഡൻ കല്ലുകളൊക്കെ ഈ മോൾ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ താഴെ കുറേ വെള്ള കളറിലെ മുത്തുകൾ, ഓഫ് വൈറ്റിൻ്റെ മുത്തുകൾ, അതായത് സെറ്റ് സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ജിമിക്കി കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 284 രൂപയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.